ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഖൽമൻ വഹിത്മൻ വദബൻ കാമിലാ റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സആദ വഗ്ഫിർ ലനാ വർഹംനാ ലിവൽ മശായിഖിനാ ജമീഅൽ മുസ്ലിമീൻ. ബഹുമാനികളെ, ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ ഓതിയതിനു ശേഷം ആമീനൊക്കെ പറഞ്ഞു ചെറിയൊരു സൂറത്തോ ഒരായത്തെങ്കിലും ഓതൽ സുന്നത്താണ്. ഒരു സൂറത്തന്നെ ഓതിയ നല്ലത്, ആയത്തെങ്കിലും ഓതണം. വസുന്ന ആയത്തുൻ, സുന്ന സന്നന്റെ മജ്ഹൂലായ ഫീലാണ്. സുന്നത്താക്കപ്പെട്ടു ആയത്തുൻ, ഒരായത്തോതൽ. ഫക്സറു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആയത്ത്. ആയത്തുൻ ഫക്സറു. വൽ ഔല, ഏറ്റവും നല്ലതാകുന്നത് സലാസുൻ, 3 ആയത്താണ്. ബഅദഹ ഐ ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹയ്ക്ക് ശേഷം. വൈസന്നോ, സുന്നത്താക്കപ്പെടൽ ലിമൻ, ഒരുത്തന്നെ, ഖറഅഹ, ആയത്തിനെ അവൻ ഓതി, മിൻ അസ്നാഇ സൂറത്തിൻ, സൂറത്തിന്റെ ഇടയിൽ നിന്നും, ഒരു സൂറത്തിന്റെ തലക്കെന്നല്ല, സൂറത്തിന്റെ ഇടയിൽ നിന്നും ആയത്തോതിയാക്കും സുന്നത്താണ്. അൽ ബസ്മലത്തു, ബിസ്മി ചൊല്ലൽ സുന്നത്ത് തന്നെയാണ്. സുന്നത്താക്കപ്പെടൽ ഇമൻ, ഒരുത്തന്നെ, ഖറഅഹ, ആയത്തിനവൻ ഓതി, മിൻ അസ്നാഇ സൂറത്ത്, ഒരു സൂറത്തിന്റെ ഇടയിൽ നിന്നോ അവൻക്ക് സുന്നത്താക്കപ്പെടൽ ബസ്മലത്തു, ബിസ്മി ചൊല്ലൽ. ബസ്സാലിഹി ഷാഫിഇയു, ഷാഫി ഇമാം അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വയഹ്സുലു അസ്ലു സുന്നത്തി, സുന്നത്തിന്റെ അടിത്തറ ലഭിക്കും. വയഹ്സുലു ലഭിക്കും അസ്ലു സുന്നത്തി, സുന്നത്തിന്റെ അടിത്തറ ബിതക്രീരി സൂറത്തിൻ വാഹിദത്തിൻ, ഒറ്റ സൂറത്ത് ആവർത്തിച്ച് ഓതൽ കൊണ്ട് തന്നെ, ഒരേ സൂറത്ത് ആവർത്തിക്കൽ കൊണ്ട്. ഫിറക്കാറ്റനി, 2 റക്അത്തിലും. വബി ഇആദത്തിൽ, ആദ്യത്തെ റക്അത്തിലും 2ാമത്തെ റക്അത്തിലും ഒരേ സൂറത്ത് തന്നെ ഓതിയാലും മതി, കുഴപ്പമില്ല, അസ്ലു സുന്ന കിട്ടും. വബി ഇആദത്തിൽ ഫാത്തിഹത്തി ബിതക്രീരി സൂറത്ത് എന്ന് പറഞ്ഞ മുഖത്ഫാണ്, ഫാത്തിഹ തന്നെ ആവർത്തിക്കൽ, മടക്കൽ കൊണ്ടും. ഇല്ലം യഹ്ഫദ് ഗൈറഹ, മറ്റൊന്നിനെ അവന് ഹിഫ്ള് ആക്കിയിട്ടില്ലെങ്കിൽ ആ ഫാത്തിഹന്നെ ആവർത്തിക്കൽ കൊണ്ടും. വബി 2 വട്ടം ഫാത്തിഹ ഓതിയാൽ മതി. അപ്പൊ റക്അത്തില് വബി ഖിറാഅത്തിൽ ബസ്മലത്തി, ബിസ്മി മാത്രം ഓതൽ കൊണ്ടും. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം ഓതി. ലാബി ഖസ്ദി, അവൻ കരുതാതെ, ലാബി ഖസ്ദി അന്നഹ, നിശ്ചയ, ബസ്മല അല്ലത്തി ഹി അവ്വലുൽ ഫാത്തിഹത്തി, അത് ഫാത്തിഹന്റെ ആദ്യ ഭാഗമാണെന്ന് കരുതാതെ, മറിച്ച് ഫാത്തിഹ അല്ലാത്ത സൂറത്തുകളുടെ ആദ്യ ഭാഗമാണെന്ന് കരുതിക്കൊണ്ട് അവൻ ഓതുന്നത്. ബിസ്മി ഒരായത്താണല്ല, ഖുർആനിൽ പെട്ട തന്നെയാണ്, ഫാത്തിഹയിൽ പെട്ട നിൽക്കാണെന്ന് കരുതോതണ്ട, ഫാത്തിഹയായി മാറും. ലാബി ഖസ്ദി, കരുതാതെ, അന്നഹ, നിശ്ചയമാ, ബസ്മല അല്ലത്തി ഹിയ അവ്വലുൽ അൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ ആദ്യ ഭാഗമാണെന്ന് കരുതാതെ ഓതണം. വസൂറത്തുൻ കാമിലത്തുൻ, പൂർണ്ണമായ ഒരു സൂറത്താകുന്നത്, ഹൈസുലം യരിദിൽ ബാലു, അല്പഭാഗം ഓതണമെന്ന് ഹദീസിൽ വരാത്ത സ്ഥലത്ത്. ഹൈസുലം യരിദ്, ഹദീസിൽ വരാത്ത സ്ഥലത്ത്. വറദ യരിദു അൽ ബാലു, അല്പം ഓതണമെന്ന് വരാത്ത സ്ഥലങ്ങളിൽ പൂർണ്ണ സൂറത്താകുന്നത് അഫ്ളലു, അതാണ് അഫ്ളല്. അല്പഭാഗം ഓതണമെന്ന് വന്ന സൂറത്ത് നിസ്കാരം, ഇതുപോലെ കമാഫി തറാവി, തറാവീഹിലുള്ള പോലെ തറാവീഹിൽ പിന്നെ ഖത്മ ഓതണം എന്നാണ്. അപ്പൊ ഓരോ ജുസ് വീതം ഓതണം. അല്പം ചില ജുസുകളൊക്കെ സൂറത്തിന്റെ പൂർണ്ണമായ സ്ഥലത്താവില്ല, പകുതിക്കെന്നായിരിക്കും. അങ്ങനെ തറാവീഹ് പോലെയുള്ളതല്ലാത്ത അല്പഭാഗം ഓതണമെന്ന് വരാത്ത സ്ഥലത്ത് പൂർണ്ണമായ ഒരു സൂറത്ത് ഓതലാകുന്ന അഫ്ളലു, അതാണ് അഫ്ളല്. മിംബാലി തൊവീലത്തിൻ, മിംബാലിൻ തൊവീലത്തിൻ അല്ല, മിംബാലി തൊവീലത്തിൻ, ദീർഘമായ സൂറത്തിന്റെ അല്പം ഓതുന്നതിനേക്കാൾ. വൈൻ ത്വാല, ആ അല്പം ദീർഘമായ സൂറത്തിന്റെ ആ അല്പം ദീർഘമായ അല്പമാണെങ്കിൽ ശരി. ഒരാള് അൽബക്കറ 2 ജുസ് ഓതി, അതിനേക്കാൾ അത് പൂർണ്ണമായിട്ടില്ല, സൂറത്ത് പൂർണ്ണമായിട്ടില്ല, 1 ജുസോ 2 ജുസോ ഓതി, പൂർണ്ണമായിട്ടില്ല, സൂറത്ത് ഫുള്ളായിട്ട് ഓതിയില്ല. അങ്ങനെ ദീർഘമായിട്ട് ഓതുന്ന അല്പത്തിനേക്കാൾ ഏറ്റവും നല്ലത് പൂർണ്ണമായൊരു സൂറത്താ, സൂറത്തുൻ കാമിലത്തുൻ.
പൂർണ്ണമായ ഒരു സൂറത്ത് ഹൈസുലം എരിതിൽ ബാലോ അല്പം ഓതണമെന്ന് ഹദീസിൽ വരാത്ത സ്ഥലങ്ങളിൽ കമാഫി തറാവീഹിലുള്ളത് പോലെ. തറാവീഹില് അതും എപ്പോഴാണ് ഖുർആൻ ഖത്മാക്കുകയാണെങ്കിലാണ് തറാവീഹിൽ അങ്ങനെ അല്പൊക്കെ ഓതാന്ന് പറയുന്നത്. അല്ലെങ്കിൽ തറാവീഹില് അല്പ ഓതുന്നതിനേക്കാളും പൂർണ്ണ സൂറത്ത് ഓതൽ തന്നെ നല്ലത്. ചിലരുണ്ട് ഖത്മൊന്നും ആക്കൂല, എന്നാലും എന്താക്കും, കുറച്ച ഉൾഭാഗത്തു നിന്നൊക്കെ തുടങ്ങിയിട്ട് എടിയിലടിയിൽ മുറിച്ച് ഓതും, വരെ 3 4 ആയത്തായിട്ട്. അത് നല്ലതല്ല. അത് അതിനെക്കാട്ടും നല്ലത് പൂർണ്ണമായ സൂറത്ത് ഓതൽ തന്നെ. അഫ്ലലാണ് പൂർണ്ണ സൂറത്ത് ഓതൽ മിൻ ബാലി തൊവീലത്തിൻ, ദീർഘമായ സൂറത്തിന്റെ അല്പത്തേക്കാൾ, വൈൻ തോല, അത് എത്ര ദീർഘമായാലും ശരി, അല്പം എത്ര ദീർഘമായാലും ശരി. ഇന്ന് പലപ്പോഴും ചിലരൊക്കെ വലിയ ഹിഫ്ലൊക്കെ ഉണ്ട് എന്നൊക്കെ വരുത്താൻ അറിയില്ല, എന്തിനാന്നറിയില്ല. ദീർഘമായ സൂറത്തിന് അല്പം ഇങ്ങനെ ഓതൽ ഒരു ശീലമാക്കിയിട്ടുണ്ട്. അത് ചില ആളുകള് നമ്മളെ സുന്നികളല്ലാത്ത ചില ആളുകൾ ഓതുന്ന കണ്ടിട്ട് നമ്മളങ്ങനെ തുടങ്ങിയതാന്ന് അറിയില്ല. ഏതായിരിക്കട്ടെ, നമ്മുടെ ഷാഫി മദ്ഹബിൽ ഇങ്ങനെ മഹാനായ പണ്ഡിതന്മാര് പറയുന്നു, ശറഹു ബാഫളിൽ കാണാം എന്ത്, വൈക്റഹു ഖിലാഫുഹു, ഇതിന്റെ എതിര് ചെയ്യൽ കറാഹത്താക്കപ്പെടും എന്ന്. ഖിലാഫൻ ലിമൻ ഇബ്തദഅഹു ജഹലത്തുൽ അഇമ്മത്തി മിന തത്വീൽ സായിദി അലാ ദാലിക. അത് ദീർഘമായ സൂറത്ത് ഓതുന്നതിനേക്കാൾ വല്ലഹ സൂറത്തിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ഓതലാണ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. വല്ലഹ സൂറത്തിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ഓതലാണ് സുന്നത്ത്. ചിലര് അതല്ലാതെ മറ്റു സൂറത്തുകളുടെ ഭാഗങ്ങളൊക്കെ ഓതിയിട്ട് ദീർഘിപ്പിക്കലുണ്ട്. അത് കറാഹത്താണ്, ചില ഇമാമുമാര് ചെയ്യുന്നതിന് ശരിയല്ല എന്നാ പറയുന്നത്. സർവാനിയില് അത് പറഞ്ഞിട്ടുണ്ട്. വൈക്റഹു തർക്കുഹ, സൂറത്ത് തീരെ ആയത്ത് തീരെ ഓതാതിരിക്കൽ കറാഹത്താക്കപ്പെടും. ആയത്ത് തീരെ ഓതാതിരിക്കൽ കറാഹത്താക്കപ്പെടും. ഈ ആയത്തല്ലി മൂജിബിഹ, അതിനെ വാജിബാണെന്ന് പറയുന്നവരെ സൂക്ഷിക്കാൻ വേണ്ടി. മൂജിബിഹ, വാജിബ എന്ന് പറയുന്നവൻ, അവനെ സൂക്ഷിക്കാൻ വേണ്ടി, അവനെ പരിഗണിച്ചതിന് വേണ്ടി. വഖറജ, പുറത്തായി, ബി ബഅദഹ, ഫാത്തിഹയ്ക്ക് ശേഷമാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, മാലോ ഖദ്ദമഹ, സൂറത്തിന് മുന്തിക്കൽ പുറത്തായി, അലൈഹ, ഫാത്തിഹനേക്കാളും സൂറത്ത് മുന്തിക്കൽ പുറത്തായി. ഫലാ തുഹ്സബു, അതിന് എണ്ണപ്പെടൂല, അത് സൂറത്ത് ഓതിയതായിട്ട് എണ്ണത്തെ കൂട്ടില്ല. ബൽ യുക്റഹു ദാലിക, മറിച്ചത് കറാഹത്താക്കപ്പെടുന്നതാണ് ഫാത്തിഹന് മുമ്പേ സൂറത്ത് ഓതല്. വയംബഗി, അത്യാവശ്യമാണ്, അല്ലാ യഖ്റഅ, ഫാത്തിഹ സൂറത്ത് ഓതാതിരിക്കൽ അല്ലാ യഖ്റഅ, ഓതാതിരിക്കൽ, എന്തിനെ, ഗൈറൽ ഫാത്തിഹത്തി, ഫാത്തിഹ അല്ലാത്തതിനെ ഓതാതിരിക്കൽ, ഫാത്തിഹ അല്ലാത്തത് ഓതണ്ട. മൻ, ഒരുത്തൻ, യൽഹനു, അവൻ പിഴക്കും, ഫീഹി, ആ സൂറത്തിൽ, ഫാത്തിഹ അല്ലാത്ത സൂറത്തിൽ, ലഹനൻ, ഒരു പിഴക്കൽ, യുഗയ്യിറുൽ മാന, അർത്ഥത്തെ പകർച്ചയാക്കുന്ന പിഴക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആള് ഓതാതിരിക്കലാണ് അത്യാവശ്യം. അല്ലാ യഖ്റഅ ഗൈറൽ ഫാത്തിഹത്തി, ഫാത്തിഹ അല്ലാത്തത് ഓതാതിരിക്കൽ അത്യാവശ്യമാണ്. മൻ, ഒരു ഇമാമ്, എല്ലാം ഒരാള്, യൽഹന, ഇമാമും മാമൂമൊക്കെ വിട്ട്, ഒറ്റസ്കരിക്കുന്ന ആളും വിട്ട്, യൽഹന, അവൻ പിഴക്കും, ഫീ, അതിൽ, ലഹനൻ വയുഗയ്യിറുൽ മാന, അർത്ഥത്തെ പകർച്ചയാക്കുന്ന പിഴവ്, വയനജസ അനി തഅല്ലുമി, അവൻ പഠിക്കലിനെ തൊട്ട് അശക്തനായവനാണെങ്കിലും ശരി, ശക്തനായിട്ടാണെന്നാലും, കാരണം അവൻ യതകല്ലം, അവൻ സംസാരിക്കുന്നത്, ബിമാ ലൈസ ബിഖുർആനിൻ, ഖുർആനല്ലാത്തത് കൊണ്ടാണ്. ഖുർആനല്ലല്ലോ അവൻ സംസാരിക്കുന്നത്. നിസ്കാരത്തിലൊക്കെ അങ്ങനെ കോതിയാല് അല്ലാത്തപ്പോഴും ഓതാൻ പാടില്ല. ബിലാ ലറൂറത്തിന്, അത്യാവശ്യമില്ലാതെ ഖുർആനല്ലാത്തത് കൊണ്ടാണ് സംസാരിക്കുന്നത്, നിസ്കാരം ബാത്തിലാകും.
വതർക്കു സൂറത്തി സൂറത്ത് ഒഴിവാക്കൽ ജായിസത്തുൻ അത് ജായിസാണല്ലോ, ഓതൽ നിർബന്ധമൊന്നുമില്ല. മുത്തല കലാമിൽ ഇമാമി ഇങ്ങനെ പിഴക്കുന്ന ആള് സൂറത്തോതൽ ഇമാമുൽ ഹറമൈനിന്റെ കലാമിന്റെ തേട്ടം, മുഖ്തദ കലാമിൽ ഇമാമി ഇമാമുൽ ഹറമൈനിന്റെ കലാമിന്റെ തേട്ടം അൽ ഹുർമത്തു അത് ഹറാമാണെന്നാണ്. പിന്നെന്താ, വതുസന്നു സുന്നത്താക്കപ്പെടും, ആയത്തോതൽ സുന്നത്താക്കപ്പെടും. ഫിർറകഅത്തൈനിൽ ഊലയൈനി ആയത്തോതൽ എപ്പോഴാണ്? ആദ്യത്തെ 2 റക്അത്തിൽ. മിൻ റുബാഇയ്യത്തിൻ 4 റക്അത്ത് നിസ്കരിക്കുന്ന 4 റക്അത്തുള്ള നിസ്കാരത്തിൽ നിന്നും സുലാസിയ്യത്തിൽ 3 റക്അത്തുള്ള നിസ്കാരത്തിൽ നിന്നും ആദ്യത്തെ 2 റക്അത്തിലാണ്. വലാതുസന്നു സൂറത്ത് സുന്നത്താക്കപ്പെടൂല ഫിൽ അഖീറത്തിൽ അവസാനത്തെ 2 റക്അത്തിൽ. ഇല്ലാലി മസ്ബൂഖിൻ പിന്തി വന്ന ആൾക്കൊയ്ക, അതായത് അവസാനത്തെ 2 റക്അത്തിലാണ് ഇമാമിന്റെ കൂടെ എത്തിയത്. അപ്പൊ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞപാടെ ഇവൻ ഫാത്തിഹ ഓതുകയും അങ്ങനെ സൂറത്ത് ഓതാനുള്ള സമയം കിട്ടിയില്ല. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞാല് നമ്മൾ റുക്കൂക്ക് വേണ്ട, അപ്പൊ സൂറത്ത് ഓതാൻ സമയം കിട്ടണമെന്നില്ല. ഇല്ലാലി മസ്ബൂക്കിൻ മസ്ബൂക്കിനൈക പിന്തി വന്ന ആൾ അവസാനത്തെ 2 റക്അത്തിലാ വന്നത്. ബിഅല്ലം യുദ്രിക് അവൻ എത്തിക്കാത്തവനാവൽ കൊണ്ട് അൽ ഊലയനി ആദ്യത്തെ 2 റക്അത്തിന് മാ ഇമാമി ഇമാമിന്റെ കൂടെ. അപ്പൊ എന്ത് ചെയ്യും? ഫയഖ്റഉഹാ അവൻക്ക് സൂറത്തോതാ ഫി ബാക്കി സ്വലാത്തി അവന്റെ നിസ്കാരത്തിന്റെ ബാക്കി 2 റക്അത്തിൽ. അവന് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? ബാക്കി 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ അവന്റെ അവസാനത്തെ 2 റക്അത്താണ്. ഇതാ തദാറക് അതിനവൻ വീണ്ടെടുക്കുമ്പോൾ, അപ്പൊ ആദ്യത്തെ 2 റക്അത്തിൽ ഇമാമിന്റെ കൂടെ ആയതുകൊണ്ട് നേരം വൈകി വന്ന് മസ്ബൂക്ക് ആയതുകൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ ബാക്കി നിസ്കരിക്കുമ്പോ അതാ. വലം യക്കുൻ അവനായിട്ടില്ലായിരുന്നല്ലോ ഖറഅഹ സൂറത്തിന് ഓതിയിട്ടില്ല ഫീമാ അദ്റക അവൻ എത്തിച്ചതായ ആ റക്അത്തിൽ ഇമാമിന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ ഇമാമിന്റെ കൂടെ 2 റക്അത്ത് അവസാനത്തെ 2 റക്അത്ത് കിട്ടിയതിൽ സൂറത്ത് ഓതിയിട്ടില്ല, ആ സ്ഥിതിയിൽ ഫയഖ്റഉ അവൻ ഓതൊന്നും കൂടി വായിക്കാം. ഫയഖ്റഉ അവൻ ഓതണം ഫി ബാക്കി സ്വലാത്തി അവന്റെ ബാക്കിയുള്ള നിസ്കാരത്തിൽ. ഇതാ തദാറകഹു ആ ബാക്കിയുള്ള നിസ്കാരത്തിന് അവൻ എത്തിക്കുമ്പോൾ. ഇതാ തദാറകഹു ബാക്കിയുള്ള നിസ്കാരത്തെ അവൻ എത്തിക്കുമ്പോൾ. വലം യകുൻ ഖറഅഹ അവൻ ഓതാത്തവനായ സ്ഥിതിയിലാകുമ്പോൾ. ഫീമാദറക്കോ അവൻ എത്തിച്ച ഒന്നിൽ. മാലം തസ്ഖുത് അൻഹു എപ്പോഴാണ് അവൻ അങ്ങനെ അവസാനം 2 റക്അത്തിൽ സൂറത്ത് ഓതണമെന്ന് പറയുന്നത്? മാലം തസ്ഖുത് അൻഹു മസ്ബൂക്കിനെ തൊട്ട് ആയത്ത് ഒഴിവായി പോകാതിരിക്കുമ്പോൾ. മസ്ബൂക്കിനെ തൊട്ട് ഇങ്ങനെയുള്ള ഈ മസ്ബൂക്കിനെ തൊട്ട് ആയത്ത് ഒഴിവായി പോകാതിരിക്കുമ്പോൾ. എങ്ങനെ ഒഴിവായി പോയി? നിക്കൗനി അവൻ ആയതിന് വേണ്ടി മസ്ബൂക്കൻ മസ്ബൂക്കായി പിന്തി വന്നു. ഫീമാദറക്കു അവൻ എത്തിച്ച ആ ഒന്നിലും. അവന്റെ ഫാത്തിഹന്നെ അവൻക്ക് ഇമാമ ചുമന്നത്. ഓന്റെ ഫാത്തിഹന്നെ ഇമാമ് ചുമന്നതാണ്. അവൻ എത്തിച്ച ഒന്നിൽ പോലും അവൻ മസ്ബൂക്കാണ്. അവൻ കിട്ടിയ റക്അത്തും അവന് കുറച്ച് വൈകിട്ടാ വന്നത്, അങ്ങനെ റുക്കൂക്ക് പോകാൻ നേരത്തെ വന്നത്. അങ്ങനെയുള്ള റക്അത്താണെങ്കിൽ അവിടെ ഫാത്തിഹന്നെ ഇമാമ ചുമന്നത്. അപ്പൊ പിന്നെ അവിടെ എന്താക്കണ്ട, ആ റക്അത്തിലെ സൂറത്ത് അവന് ബാക്കി നിസ്കരിക്കുമ്പോ ഓതേണ്ടതില്ല. മാലം തസ്കുത്താൻ അവനെ തൊട്ടത് ഒഴിവായി പോകാതിരിക്കുമ്പോഴാണ് അവൻ ബാക്കി റക്അത്തിൽ ഓതണമെന്ന് പറയുന്നത്. ലികൗനിഹി എങ്ങനെ ഒഴിവായി പോകാതിരിക്കുമ്പോൾ? ലികൗനിഹി മസ്ബൂക്ക് അവൻ പിന്തിയവനായതിന് വേണ്ടി. ഫീമാദറക അവൻ എത്തിച്ച ആ റക്അത്തിൽ തന്നെ. ലിഅന്നൽ ഇമാമ കാരണം ഇമാമ ഇദാ തഹമ്മല അൻഹു അവനെ തൊട്ട് ചുമന്നാൽ അൽ ഫാത്തിഹത്ത ഫാത്തിഹയെ ചുമന്നാൽ ഫസൂറത്ത് ഔല സൂറത്ത് ഏറ്റവും ഔലയാണ് ചുമക്കുമെന്ന്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി മറ്റൊരു വിഷയം. സുന്നത്താക്കപ്പെടും അവൻ നീട്ടല് ഖിറാഅത്തുൽ ഊല
ഒന്നാമത്തെ റക്അത്തിലെ സൂറത്തിന്റെ ഓത്തിന് അലസാനിയത്തി രണ്ടാം റക്അത്തിലെ ഓത്തിനേക്കാൾ നീട്ടൽ സുന്നത്താണ്. മാലം അപ്പൊ ഒന്നാം റക്അത്തിലുള്ള സൂറത്ത് കുറച്ച് നീണ്ട സൂറത്തുക. മാലം യരിദ് നസ്സുൻ വ്യക്തമായ റിപ്പോർട്ട് വരാതിരിക്കുമ്പോൾ, മാലം യരിദ് നസ്സുൻ വ്യക്തമായ റിപ്പോർട്ട് വരാതിരിക്കുമ്പോൾ ബിത്തത്വീലി സ്ഥാനിയത്തി രണ്ടാം റക്അത്തിന് രണ്ടാം സൂറത്തിന് നീട്ടണമെന്ന് ചില ഹദീസില് രണ്ടാം റക്അത്തിലെ സൂറത്ത് നീട്ടി ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വരാതിരിക്കുമ്പോൾ, മാലം യരിദ് നസ്സുൻ വ്യക്തമായ റിപ്പോർട്ട് വരാതിരിക്കുമ്പോൾ ബിത്തത്വീലി സ്ഥാനിയത്തി രണ്ടാം റക്അത്തിലെ സൂറത്ത് നീട്ടണമെന്ന്. ഉദാഹരണത്തിന് സബ്ബിഹിസ്മ എന്ന റക്അത്തിൽ അൽ അത്ത രണ്ടാം റക്അത്തിൽ ഓതും, വെള്ളിയാഴ്ചയും മറ്റു പല സമയത്തൊക്കെ. അങ്ങനെ ഓതൽ സുന്നത്തുൽ നിസ്കാരം ഉണ്ടല്ല, അവിടെ അൽ ഹത്താക്ക കുറച്ച് നീളമുള്ള സൂറത്താ സബ്ബിഹിസ്മനെ കാട്ടി, അവിടെ അല്ല. അപ്പൊ വിലക്കറാത്തൂല ഒന്നാം റക്അത്തിലെ സൂറത്ത് ഓതലിന് നീട്ടൽ സുന്നത്തുൽ സ്ഥാനിയത്തി രണ്ടാം റക്അത്തിനേക്കാൾ. മാലം യരിദ് നസ്സുൻ വ്യക്തമായ റിപ്പോർട്ട് വരാത്തപ്പോൾ ബിത്തത്വീലി സ്ഥാനിയത്തി രണ്ടാമത്തെ നീട്ടൽ കൊണ്ട്. വയക്രാവിന് ഓതൽ സുന്നത്താണ് അല തർത്തീബിൽ മുസ്ഹഫി മുസ്ഹഫിന്റെ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ആദ്യം കുൽഹുവല്ലാ ഓതിയിട്ട് പിന്നെ തബ്ബത്തോതല്ല, മറിച്ച് അൽബക്കറിന് അവിടുന്ന് ഇങ്ങോട്ടുള്ള അങ്ങനെ കുലൈദ് റബ്ബിന്നാസ് വരെ, അങ്ങനെയാണ് അതിന്റെ ക്രമം ഉള്ളത്. അല്ലാതെ കുലൈദ് റബ്ബിന്നാസിന്റെ അവിടുന്ന് അൽബക്കറിന്റെ അവിടുന്ന് അങ്ങോട്ടല്ല ക്രമം. അപ്പൊ ഈ ക്രമത്തിൽ ഓതല് സുന്നത്ത്, അതായത് ആദ്യ സൂറത്ത് ആദ്യോത പിന്നെ ഇപ്പുറത്തുള്ള സൂറത്ത് ഓത. വാലത്തവാലി തുടർച്ചയായിട്ട് ഓതുക. തുടർച്ച എന്ന് പറഞ്ഞാൽ ഒരു സൂറത്ത് ഓതിയ ഉടനെയുള്ള സൂറത്താണ് അടുത്ത റക്അത്തിൽ ഓതേണ്ടത്. അല്ലാതെ അതിന്റെ ഇടയിൽ വിടാൻ പാടില്ല, സൂറത്ത് വിടരുത്. തുടർച്ചയായ സൂറത്തുകൾ ഓതുക. വല്ലുഹാദിക്കാണ്ട് പിന്നെ കുൽഹുവല്ല ഓതല്. വല്ലുഹാദ പിന്നെ വല്ലാഹിന്റെ ശേഷമുള്ള സൂറത്ത് ഓതുക. അലം നശ്റഹ് ഓതുക. അലാ തർത്തീബിൽ മുസ്ഹഫി മുസ്ഹഫിന്റെ ക്രമത്തിൽ ഓതണം. വാലത്തവാലി തുടർച്ചയായിട്ട് ഓതണം. മാലം തെക്കുനില്ലെത്തി ഒന്ന് ആവാതിരിക്കുമ്പോൾ, തെലീഹ ആദ്യത്തിനോട് അടുക്കുന്ന ഒന്ന് ആവാതിരിക്കുമ്പോൾ, അത്തുവല ദീർഘ സൂറത്ത് ആവാതിരിക്കുമ്പോൾ. ആദ്യത്തെ റക്അത്തിലെ ഓതിയ സൂറത്തിന്റെ അടുത്ത് നിൽക്കുന്നത് മുസ്ഹഫിലെ ക്രമത്തിലെ കുറച്ച് നീളമുള്ള സൂറത്താണ് രണ്ടാമത്തെ സൂറത്ത്. അങ്ങനെ ആയാൽ പിന്നെ ആ നീളമുള്ള സൂറത്ത് ഓതണ്ട, മുവാലാത്ത് പരിഗണിക്കണമെന്നില്ല. അപ്പൊ പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഏതെങ്കിലും ചെറിയ സൂറത്ത് ഉണ്ടെങ്കിൽ ഓതിയാൽ മതി. അപ്പൊ തുടർച്ചയായ സൂറത്ത് ഓതണം എന്ന് പറയുന്നത് എപ്പോഴാണ്? മാലം തെക്കുനിലെത്തി ഒരു സൂറത്ത് ആവാതിരിക്കുമ്പോൾ, തലീഹ ആദ്യത്തിനോട് അടുക്കുന്ന സൂറത്ത്, അത്തുവല ദീർഘ സൂറത്താവാ രണ്ടാം സൂറത്ത് ദീർഘ സൂറത്താകാതിരിക്കുമ്പോൾ. ഇനി മറ്റൊരു വിഷയം, വലോ തആറദ തർത്തീബു ക്രമം പാലിക്കൽ വിരുദ്ധമായാൽ. ക്രമം പാലിക്കണം എന്ന് പറഞ്ഞു, അതായത് ആദ്യ സൂറത്ത് പിന്നെ അങ്ങനെ ശേഷം നാസ് വരെ ഇങ്ങോട്ട് വരണം. ക്രമം പാലിക്കൽ എതിരായാൽ, തത്വീലൂല ഒന്നാമത്തേനെ നീട്ടലും ക്രമം പാലിക്കൽ രണ്ടും കൂടി പരസ്പരം എതിരായി വന്നാൽ, ഒന്നാമത്തെ നീട്ടാൻ നിൽക്കുമ്പോൾ ക്രമം കിട്ടൂല, ക്രമം കിട്ടിയാലേ ഒന്നാമത്തെ നീട്ടാൻ കഴിയണില്ല. എങ്ങനെ? ഇഖ്ലാസ, ഉദാഹരണം, ഒരാൾ ആദ്യത്തെ റക്അത്തിൽ ഇഖ്ലാസ് കൊണ്ട് ഓതി, എന്നാൽ ഇഖ്ലാസ് ഓതിയിട്ട് ഫലക്കോതിയാൽ എന്താകും? മുവാലാത്ത് കിട്ടും, തുടർച്ച കിട്ടും, പക്ഷെ നീളം കൂടും. രണ്ടാം സൂറത്ത് ഇഖ്ലാസ് ഓതിയിട്ട് ഫലക്കോതുമ്പോ ഫലക്രവുൽ ഫലക്ക്, അവൻ ഫലക്കിനെ ഓതണോ? നെല്ലറലി തർത്തീബി ക്രമത്തെ സൂക്ഷിച്ചതിന് വേണ്ടി. ക്രമം അതാണ്. അവൽ കൗസറ അല്ലെങ്കിൽ ഇന്നാത്തേനാക്കൽ കൗസറ ഓതണോ? നെല്ലറലി തത്വീലൂല ഒന്നാം റക്അത്തിന് നീട്ടലിനെ സൂക്ഷിച്ചതിന് വേണ്ടി. ഒന്നാം റക്അത്തിൽ കുൽഹു അല്ലാഹ് ഓതിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കാട്ടി ചെറുതുപ്പാടെ ഏതാണ്? ഇന്നാത്തേനാക്കൽ കൗസറ. പക്ഷെ അവിടെ തർത്തീബ് കിട്ടൂല. കുല്ലു മുഹ്തമിലും രണ്ട് സാധ്യത ഉണ്ട്. വല്ലക്റബുൽ അവലു ഒന്നാമത്തത് അക്റബു ഏറ്റവും അടുത്ത വരുന്നത്, ഏറ്റവും അടുത്ത അഭിപ്രായം, മനസ്സിനോട് ആ യോജിപ്പ് തോന്നുന്ന അഭിപ്രായം അല്ലവലു ഒന്നാമത്തെ ആ രീതിയാണ്. എന്ന് പറഞ്ഞാല് കുല്ലല്ലാഹു ഓതിയാൽ ഫലക്കൻ ഓതുക, തർത്തീബ് സൂക്ഷിക്കുക, അല്ലാതെ തത്വീല് നീട്ടണ ഇത് നോക്കണ്ട, ഒന്നാം റക്അത്ത് നീളുന്ന പ്രശ്നം നോക്കണ്ട.
വല്ലക്രബ് ഏറ്റവും അടുത്ത അഭിപ്രായം അവലു ആദ്യം പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞതാ ഫലക്കോതമെന്ന്. കാലവു ഷെയ്ഖുന ഫി ശറഹുൽ മിൻഹാജ്, ഷെയ്ഖുന ശറഹുൽ മിൻഹാജിലെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി പിന്നെ പറയാം. ഇനി സൂറത്തുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്.